വർഷങ്ങൾക്ക് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ ഉച്ചകോടിയുടെ സ്ഥലം സംബന്ധിച്ച് തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പുടിന് കൂടുതൽ താല്പര്യം UAE ആയിരുന്നു. പക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മെയിൽ അവിടെ പോയി വന്നതേ ഉള്ളൂ. വീണ്ടും അത്ര ഒരു ദീർഘയാത്ര അദ്ദേഹത്തിന് സാധ്യമല്ല എന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. മൂന്നാമതൊരു രാജ്യവും പരിഗണനയിലുണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിലുള്ള അലാസ്കയിൽ ആകട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. അലാസ്കയിലെ ഒരു US സൈനിക കേന്ദ്രമാണ് പ്രധാനമായും ഈ ഉച്ചകോടിക്കായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ കടക്കുന്നത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ വൈറ്റ് ഹൗസിൽ ഇപ്പോഴുമുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഡൊണാൾഡ് ട്രംപ് വ്ളാദിമിർ പുടിൻ ഉച്ചകോടി അലാസ്കയിലാണെന്ന് എന്നാൽ ഒടുവിൽ വൈറ്റ് ഹൗസ് ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കവേ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ മണ്ണിലെത്തുവാൻ സന്നദ്ധത കാണിച്ച പുടിന്റെ തീരുമാനം ആദരണീയമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. സ്മിത, 2015 ന്യൂയോർക്കിൽ നടന്ന UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുവാനാണ് പുടിൻ അമേരിക്കയിലേക്ക് അവസാനമായി യാത്ര ചെയ്തത്. പിന്നീടുള്ള അടുത്ത യാത്രയാണിത്. 2023 യുദ്ധ കുറ്റക്കേസിൽ, അതായത് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റക്കേസിൽ പുടിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അമേരിക്ക അംഗമല്ലാത്തതിനാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനുള്ള ബാധ്യത അമേരിക്കയില്ല. ഇതും വലിയ തോതിൽ അമേരിക്കൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വൈറ്റ് ഹൗസ് യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കഴിഞ്ഞ മണിക്കൂറുകളിൽ മനഃപൂർവ്വം താഴ്ത്തിക്കൊണ്ടുവരുന്നുണ്ട്. പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് പറഞ്ഞത് ഈ യോഗം അതായത് പുടിന് പറയാനുള്ളത് ശ്രദ്ധിച്ചു കേൾക്കുക, അതായത് ഒരു ലിസണിംഗ് എക്സർസൈസ് ആയിരിക്കും ഇത്. എന്നാൽ ഇരു രാജ്യങ്ങളുടെ ഒരു വലിയ സംഘം അലാസ്കയിലെത്തി ഇതിന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. സ്മിത, 1867 റഷ്യയിൽ നിന്ന് അമേരിക്ക $7 മില്യൺ വാങ്ങിച്ച സ്ഥലമാണ് അലാസ്ക. കയ്യെത്തും ദൂരത്താണ് റഷ്യ. ഏതാണ്ട് 80 കിലോമീറ്റർ അപ്പുറത്താണ് റഷ്യ.